പ്രിയപ്പെട്ടവരെ, വളർത്തുമൃഗങ്ങളുടെ ഓർമ്മകൾക്ക് എന്നെന്നും ജീവിക്കാനൊരിടം. അതാണ് ബംഗളൂരുവിലെ പെറ്റ് സെമിത്തേരി. നമുക്കൊക്കെ മനുഷ്യർക്ക് സെമിത്തേരി ഉള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ ബംഗളൂരുവിലെ ഈ കാഴ്ച നോക്കൂ. കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞ വളർത്തുമൃഗങ്ങൾ ചത്തുപോയാൽ എല്ലാ ആദരവോടും കൂടി അവയെ സംസ്കരിക്കാൻ ഒരിടമും ബംഗളൂരുവിലെ സുങ്കൽപല്ലിയിലാണ്. കണ്ടുവരാം. റിജോ, നമ്മളെങ്ങോട്ടാ പോകുന്നറിയോ? നമ്മളൊരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവാ. മരണത്തിനാണോ? മരണ വീട്ടിലും അങ്ങനെയല്ല, നമ്മളൊരു ശ്മശാനത്തിലേക്കാണ് പോണത്. പക്ഷേ ഇത് മനുഷ്യരുടെ ശ്മശാനല്ല. വാ, നിനക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ദുഃഖം തളം കെട്ടിയ അന്തരീക്ഷം, കരച്ചിലടക്കാനാവാതെ ഉറ്റവർ. അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. ഒടുവിൽ അവന് പ്രിയപ്പെട്ടവരെല്ലാം അന്ത്യചുംബനം നൽകുന്നു. ഫ്ലഫി, ചീക്കി, ഡിയർ മാക്സ്, അർജുൻ, ചിന്നു, റേജ് മിറാക്കോർ, ഡാനി, റൂമർ മിറാക്കോർ, സാമി, എൽസ, ടൈഗർ, ബിങ്കോ, ഫ്ലിങ്, റോറി, റിയോ, റോൾഫ്, പെപ്പർ, ഡോളി, ഫെഡോ, ജെസ്സി എല്ലാം പെറ്റുകളുടെ പേരാണേ. നേരത്തെ കണ്ടതുപോലെ ഉറ്റവരെത്തി അന്ത്യകർമ്മങ്ങൾ നടത്തി മണ്ണിൽ അലിഞ്ഞു ചേർന്നവരാണ് ഇവരെല്ലാം. ചെറുതും വലുതുമായ 5000-ഓളം കല്ലറകളാണ് പീപ്പിൾ ഫോർ അനിമൽസ് എന്ന സംഘടന നടത്തുന്ന ഈ ശ്മശാനത്തിലുള്ളത്. ഇത് വളർത്തുനായകൾക്ക് മാത്രമായുള്ള ശ്മശാനമാണെന്ന് ധരിക്കരുത്. പൂച്ചകൾക്കും മുയലുകൾക്കുമെല്ലാം ഇവിടെ അന്ത്യവിശ്രമത്തിന് ഇടമുണ്ട്. ഇത് കണ്ടോ, ബോണോ സെൽവൻ എന്ന് പറയുന്ന പെറ്റിൻ്റെ കല്ലറയാണിത്. ഇതൊരു പ്രീമിയം കല്ലറയാണ്. കണ്ടാൽ നല്ല അടിപൊളി കല്ലറയാണല്ലോ അല്ലേ. ഇവിടെ സാധാരണ കല്ലറ മുതൽ പ്രീമിയം കല്ലറ വരെയുണ്ട്. ഓരോരുത്തർക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും പെറ്റിനോടുള്ള സ്നേഹം എത്രത്തോളമുണ്ട് അത് പ്രകടിപ്പിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ ആ രീതിയിലൊക്കെ കല്ലറ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. We are a charitable organization, a non-government organization recognized by the Central Zoo Authority of India and the Karnataka Forest Department. We rescue, we recover, rehabilitate and release. Funding is always a big issue. That's why about 15 years ago we started this pet cemetery. So we just take a small amount of donations which runs the wildlife rescue. ഓമനിച്ചു വളർത്തിയ മൃഗങ്ങളെ ശ്മശാനത്തിൽ കൊണ്ട് കുഴിച്ചിട്ട് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തവരല്ല ഇവരുടെ ഉടമകൾ. വളർത്തുമൃഗത്തിൻ്റെ ചരമദിനത്തിലും വീട്ടിലെ വിശേഷ ദിവസങ്ങളിലുമൊക്കെ ആഹാരവുമായി അവർ ഇവിടെ എത്തും. ജീവിച്ചിരുന്നപ്പോൾ അവരുടെ വളർത്തുമൃഗം ഇഷ്ടത്തോടെ കഴിച്ച ഭക്ഷണം അവർ കല്ലറയ്ക്കു സമീപം കൊണ്ടുവന്നു വയ്ക്കും. തിരികത്തിച്ചു പ്രാർത്ഥിക്കും. ഇത് മനുഷ്യരുടെ ശ്മശാനം പോലെ മതം തിരിച്ചുള്ള ശ്മശാനമേ അല്ല. എല്ലാ മതവിശ്വാസികളുടെയും വളർത്തുമൃഗങ്ങളെ ഇവിടെ ഒരുപോലെയാണ് പരിഗണിക്കുക. മനുഷ്യരെ പോലെ അന്തസ്സുള്ള അന്ത്യവിശ്രമം വളർത്തുമൃഗങ്ങളുടെയും അവകാശമാണ്. പീപ്പിൾ ഫോർ അനിമൽ എന്ന സംഘടനയുടെ ആശയമാണിത്. ആ ആശയത്തിൽ നിന്നാണ് അവർ ഈ ഒരു വലിയ ശ്മശാനത്തിന് രൂപം നൽകിയത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോ പുനരൂരിനോടൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു. പ്രേക്ഷകർ, അതിലൊരു നായ്ക്കുട്ടിയുടെ പേര് ശ്രദ്ധിച്ചോ? ബുജ്ജി. അവനിഷ്ടം പോപ്കോൺ ആയിരുന്നു അത്രേ. മറ്റൊരു നായ്ക്ക് ഇഷ്ടം ബ്രെഡായിരുന്നു അത്രേ. അങ്ങനെ എത്രയെത്ര നായ്ക്കുട്ടികൾ അല്ലേ. നമ്മുടെയൊക്കെ ജീവികൾ നമ്മുടെ വീടുകളിൽ നമ്മളെ വിട്ടു പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ചുറ്റിപ്പണിഞ്ഞ് നമ്മുടെ ചൂടിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരുന്ന കുഞ്ഞു കുഞ്ഞ് ജീവികൾ, അതിൽ പൂച്ചയുണ്ടാവാം, നായ്ക്കുട്ടിയുണ്ടാവാം. അവയൊക്കെ പിന്നെ നമ്മെ വിട്ടു പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ടാവും. പലപ്പോഴും നമ്മുടെ വീട്ടിൽ, നമ്മുടെ കട്ടിലടിയിൽ നമുക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി കിടക്കുന്നൊരു നായ, ഇല്ലെങ്കിൽ നമ്മളുടെ വരവ് കാത്ത് ജനൽപ്പടിയിൽ നിൽക്കുന്ന ഒരു നായ, ഇതൊക്കെ ഒരു വല്ലാത്ത കൗതുകകരമായ കാഴ്ചയാണ്, അനുഭവമാണ്. പലപ്പോഴും അതിനൊന്നും അധികം ആയുസ്സുണ്ടാവില്ല. വിട്ടുപോകുമ്പോൾ വല്ലാത്ത സങ്കടവുമായിരിക്കും.